ഹായ് നമസ്തേ നമസ്കാരം. കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലെ പിന്നാമ്പുറങ്ങളിലും ചൂടുകാലമായാൽ ഇല കാണാത്ത പോലെ നിറച്ചങ്ങ് പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ചാമ്പയ്ക്ക. അതും അല്ലെങ്കിൽ റോസ് ആപ്പിൾ, ബെല്ലാപ്പിൾ, ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടാറുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ കായ്കൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത് പല വീടുകളിലും താഴെ പഴുത്ത് വീണ് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. ഈ ഒരു ഫ്രൂട്ട് ഫുൾ ഓഫ് വൈറ്റമിൻ സിയും അയേണും ഒക്കെയാണ് കേട്ടോ. മാത്രമല്ല ഒരു വളരെ സൂപ്പർബായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണിത്. ഡയബറ്റിസ് മാനേജ്മെന്റിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്. ഈ ചാമ്പയ്ക്ക ഉപയോഗിച്ച് പല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാമെങ്കിലും ഈ സമ്മറിൽ ഒന്ന് റിഫ്രഷ്ഡ് ആകാനായിട്ടുള്ള ഒരു അടിപൊളി ചാമ്പയ്ക്ക സ്ക്വാഷും അതുപയോഗിച്ച് തന്നെ ഒരു ചിൽഡ് ആയിട്ടുള്ള റിഫ്രഷിംഗ് ജ്യൂസുമാണ് അമ്മ ഇന്ന് നമുക്കായി തയ്യാറാക്കുന്നത്. ഒട്ടും സമയം കളയാതെ തന്നെ അമ്മയുടെ ചാമ്പയ്ക്ക സ്ക്വാഷ് കണ്ടിട്ട് മടങ്ങിയെത്താം. ഇതിപ്പോൾ ഏകദേശം 1 കിലോ ചാമ്പയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കുരുവൊക്കെ മാറ്റി അകമൊക്കെ നല്ല വൃത്തിയാക്കി വീണ്ടും നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വേകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. അതിലോട്ട് ഒരു മീഡിയം പീസ് ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മുടെ സ്ക്വാഷിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് നല്ല ചുവന്ന ബീട്രൂട്ട് നോക്കി ഒരു പകുതി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു മുഴുവൻ ബീട്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. ചാമ്പയ്ക്ക എന്ന് പറയുമ്പോൾ അതിനത്ര ഒരു നിറമില്ലല്ലോ. അപ്പോൾ സ്ക്വാഷിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കട്ടെ. ചാമ്പയ്ക്കയിൽ നിന്ന് ആ വെള്ളവും നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ബീട്രൂട്ട് കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരിച്ച് ചാമ്പയ്ക്ക മാത്രം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ വെള്ളവും നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിൽ കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ആ ഫ്ലഷൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇതാ മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് ചെറിയ ഹോളുള്ള ഒരു സിവിൽ കൂടി ഒന്നും കൂടി അങ്ങ് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടൊരു ജ്യൂസ് തന്നെ കിട്ടും. ഇനി ഒരു പാനിലേക്ക് ഒരു 500 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ആവറേജ് മധുരത്തിനുള്ളതാണ് ഈ ഒരു മധുരം ഞാൻ ചേർക്കുന്നത്. ഇനി ആ ചാമ്പയ്ക്ക വേവിച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടി ഈ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഒരു 2 വലിയ നാരങ്ങയുടെ നീര് ഒന്ന് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചാമ്പയ്ക്ക അരിച്ച് വെച്ചിരിക്കുന്ന ആ ജ്യൂസും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും തരിയൊക്കെ അതിലുണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇനി എല്ലാം കൂടി ഒന്ന് തിളച്ച് വറ്റി വരണം. ഇതുപോലെ ആ വെളുത്ത പത വരുമ്പം നമ്മൾ ആ തവി കൊണ്ട് അതങ്ങ് മാറ്റിയെടുക്കണം. കാരണം സ്ക്വാഷ് എന്ന് പറയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വേണം നമുക്ക് കിട്ടാൻ. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് കുറുകി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലും കൂടുതൽ തിക്കായിട്ട് നിങ്ങൾക്ക് സ്ക്വാഷ് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതിയാകും. അതാകുമ്പോൾ നമ്മൾ ജ്യൂസ് തയ്യാറാക്കുമ്പം കുറച്ച് ക്വാണ്ടിറ്റി കോൺസെൻട്രേറ്റ് ചേർത്താൽ മതിയാകും. അത്രേ ഉള്ളൂ. ഇതിനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യാനുസരണം ആ കോൺസെൻട്രേറ്റ് ചേർത്ത് നമുക്ക് ജ്യൂസ് തയ്യാറാക്കി കുടിക്കാം. ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഗ്ലാസ്സിലേക്ക് നമ്മുടെ ആ സ്ക്വാഷ് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നല്ല ചിൽഡായിട്ട് കഴിക്കുമ്പോഴാണ് ഈ സ്ക്വാഷിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ.
സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം. കറക്റ്റ് മധുരവും പുളിയൊക്കെയാണ് കേട്ടോ. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ചിൽഡ് ജ്യൂസാണിത് കേട്ടോ. അപ്പോൾ ചാമ്പയ്ക്ക വീട്ടിലുള്ളവരെ ഉപയോഗശൂന്യമായി പോകാതെ ഇന്ന് തന്നെ ഇതുപോലെ സ്ക്വാഷാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ആവശ്യാനുസരണം നിങ്ങൾക്കിത് ജ്യൂസാക്കി കുടിക്കുകയും ചെയ്യാം. ഈ ഒരു രീതിയിൽ ഈ ഒരു ചാമ്പയ്ക്ക സ്ക്വാഷ് തയ്യാറാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറിവ് തമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.